ഓക്കെ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. പഞ്ചഭൂത നിർമ്മാതാവാം വഞ്ചനയില്ലാത്തവനാം, പഞ്ചഭൂത നിർമ്മാതാവാം വഞ്ചനയില്ലാത്തവനാം, കിഞ്ചിൽ നേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത്, കിഞ്ചിൽ നേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലുമരങ്ങളും കൊണ്ട് പല രൂപം തീർത്തു, കണ്ട കല്ലുമരങ്ങളും കൊണ്ട് പല രൂപം തീർത്തു, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം, ഏക സത്യദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യദൈവമേയുള്ളൂ. സ്പർശിപ്പാന സാധ്യനായി, ദർശിപ്പാന പ്രത്യക്ഷനായി, സ്പർശിപ്പാന സാധ്യനായി, ദർശിപ്പാന പ്രത്യക്ഷനായി, സർവരൂപികൾ കരുതി ഉർവിയിൽ തുല്യനില്ലാത്തോൻ, സർവരൂപികൾ കരുതി ഉർവിയിൽ തുല്യനില്ലാത്തോൻ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്, ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്, ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്, ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. പാട്ടിൽ പറഞ്ഞതുപോലെ ഏക സത്യ ദൈവമേ ഉള്ളൂ. കണ്ട കല്ലും മരങ്ങളും ഒക്കെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ മൂലയിൽ വെച്ച് ഇതാണ് കിബിലയെന്നും ഇതാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് ആരെങ്കിലുമൊക്കെ പോയി അതിനെ ഉമ്മ വെക്കാൻ നിന്നിട്ട് ഇതാകുന്നു നിൻ്റെ ദൈവം ബഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയത്തക്കവണ്ണം എൻ്റെ ദൈവം കല്ലും മണ്ണും ഒന്നുമല്ല, ഏകസത്യ ദൈവം മാത്രമേ ഉള്ളൂ. അവൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തി വ്യാജനാണോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നുണയനാണോ രാജനുണയനാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സഭ്യമായ നിലയിൽ നമ്മൾ ടൈറ്റിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു: ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വ്യാജൻ എന്നത് ശരിയാണോ? ഇവിടെ ഇസ്ലാമിക സഹോദരനായ അല്ലെങ്കിൽ ഇസ്ലാം പണ്ഡിതനായ ആദം എന്ന് പറയുന്ന പണ്ഡിതൻ കയറി വന്ന് പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് വ്യാജക്കുന്നൻ എന്നാണെന്നൊക്കെ പേരൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്കങ്ങനെ ഒരു അവകാശവാദം നിലവിലില്ല. കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം ഇവിടെ ആഡം എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ കയറി വന്ന് പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ എന്ന് പറയുന്നത് മാധ്യമത്തിൻ്റെ എഡിറ്ററായിരുന്നു, അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നെ പ്രബോധനം എന്ന് പറയുന്ന ഇസ്ലാമികമായ ഒരു ഗ്രന്ഥത്തിൻ്റെ എന്തോ സബ് എഡിറ്ററോ എന്താണ്ടൊക്കെയാണെന്ന് പറയുന്നു. അത് ആരെങ്കിലും ആകട്ടെ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. അദ്ദേഹം എഴുതുന്ന ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യേശു ഖുറാനിൽ. ഇന്ന് മുതൽ അതിൻ്റെ ഒരു സീരീസാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ഈ വരും ദിവസങ്ങൾ
ഞാൻ അടുത്ത ദിവസങ്ങൾ വന്ന് സംസാരിക്കുമ്പോഴെല്ലാം ടി എഫിൻ്റെ റൂമിലല്ലാത്ത റൂമുകളിൽ ഞാൻ സംസാരിക്കുന്നെങ്കിൽ ഇവിടെ ഈ റൂമിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടുകൾ ഉണ്ടാകും. ഇത് വേഗത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട റൂമാണ്. ഇന്നലെ പറഞ്ഞ് ഇന്ന് വേഗത്തിൽ ഷെഡ്യൂൾ ചെയ്ത റൂമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കുറച്ചും കൂടെ മുൻപേ അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവർക്കും ഓക്കെ ആകുന്ന നിലയിൽ നമ്മളിത് ചെയ്യുന്നതാണ്. ഇത് പ്രസാധനം ചെയ്തിരിക്കുന്ന യേശു ഖുറാനിൽ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്ന ഡയലോഗ് സെൻറ്റർ കേരളയാണ് കോഴിക്കോടുള്ളത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് IPH ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ കവർ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു കവർ പേജ് ഞാനൊരു DP ഇടാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഞാനൊരു DP ഇട്ട് കാണിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് എൻ്റെ DP കാണാമോ? ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ DP നിങ്ങൾക്ക് കാണാൻ കഴിയും. യെസ്, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതാണ് ആ ഗ്രന്ഥം, യേശു ഖുറാനിൽ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ സംഭവങ്ങളൊന്നുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കുറച്ച് മുൻപും ചോദിച്ചത് ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചതിൻ്റെ കാരണം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ കവർ പേജിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിത് ഈ സെഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായിട്ടാണ്. ഓക്കെ, ഞാൻ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് കാര്യം പറയാം എന്നുള്ളതിന് ഇവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം പറയാം. വീരുവിനൊക്കെ ദയവായി മുകളിലേക്ക് കയറി വന്ന് സംസാരിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഇതിൻ്റെ കവർ പേജിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശു ഖുറാനിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കവർ പേജ്, ബാക്ക് കവർ പേജിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ബന്ധമുള്ള 2 മതസമൂഹങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. അടുത്ത ബന്ധമുള്ള 2 മതസമൂഹങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇന്നുവരെ, അതായത് ഇന്ന് വരെ, ഇനിയിപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നുവരെ എന്ന് പറഞ്ഞൊന്നും അതിനകത്തില്ലെന്ന് പറയുന്നത്. ഇന്നുവരെ ഞാൻ പഠിച്ചെടുത്തോളം, ഇത്രയും വർഷങ്ങളുടെ പഠനത്തിങ്കിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, ഞാനൊട്ട് പഠിച്ചതിൽ കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ചാറ്റിലിരുന്ന് മെഴുകുന്നവർ അവിടെ മെഴുകിക്കോട്ടെ. നിങ്ങൾ ദയവായി അതിന് മറുപടി കൊടുക്കാൻ നിൽക്കേണ്ട. കാരണം നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോവും, ഇവിടെ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ അടുത്ത ബന്ധമുള്ള 2 മതസമൂഹങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നതിനോട് ഇവിടെ ഇരിക്കുന്ന ഈ സ്പീക്കർ പാനലിലിരിക്കുന്ന സഹോദരങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ഒന്നാമത് ആരായുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ബന്ധം എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കാർക്കെങ്കിലും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് പറഞ്ഞാലും. ഒരു മുടിനാറിന്റെ ബന്ധം പോലും ഇല്ല. അതൊരു വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാത്തലിക് അച്ഛൻ ഒരു മുടിനാരിൻ്റെ ബന്ധം പോലും ഇല്ല. മറ്റാരെങ്കിലും? ക്ലബ് ഹൗസിലുള്ള ബന്ധം ഉണ്ടല്ലോ, ആ ഒരു ബന്ധം ഞാൻ കാണുന്നു. ക്ലബ് ഹൗസിലുള്ള ഒരു ബന്ധം, അതായത് ക്രിസ്ത്യാനികൾ കോയകളെ എടുത്തിട്ട് പഞ്ഞിക്കിടുമെന്നുള്ള ആ ഒരു ബന്ധം. ലീ സിസ്റ്റർ, ബന്ധമുണ്ട്. ഇൻ ഇമാജിനേഷൻ, അവര് ഭാവനയിൽ കാണുന്നു ബന്ധമുണ്ടെന്ന്. ഇമാജിനേഷൻ. അപ്പോൾ അത് കറക്റ്റാണ്. മറ്റേ പണ്ടത്തെ ബാർബി സോങ്ങിനെ പോലെ ഇമാജിനേഷൻ ദാറ്റ് ഈസ് യുവർ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തോ ഒരു സൃഷ്ടിയാണ്. ആരോ എന്തോ ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെടുത്തി സൃഷ്ടിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചതായ ഏതോ ഒരു സൃഷ്ടി മാത്രമാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഏതോ ഒരു സൃഷ്ടി മാത്രമാണ്
ഈ ഒരു സംഭവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമായിട്ട് മുസ്ലിങ്ങളായിട്ട് ഒരു ബന്ധമില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ക്രൈസ്തവ സമൂഹം ഏറ്റവും ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ആഹാ, വീരു എഴുതിയേക്കുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ മനുഷ്യരാണെന്നുള്ള ബന്ധമുണ്ടെന്നോ. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരും മനുഷ്യരാണ്, അവരും നിൻ്റെ സഹജീവികളാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും നിങ്ങൾ കരുണ കാണിക്കണമെന്ന് ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടോ വീരുവേ? മനുഷ്യബന്ധമായിട്ടല്ലല്ലോ ഖുറാനിൽ അള്ളാഹു പോലും കാണുന്നത്, നികൃഷ്ടജീവികളായിട്ടല്ലേ കാണുന്നത്? ആണോ? ക്രിസ്ത്യാനിയും യഹൂദരും നിങ്ങളുടെ സഹജീവികളാണ്, അവരെവിടെയാണ്? ഓക്കെ, അവൻ വീരുവിൻ്റെ ചാറ്റും കൊണ്ട് ഞാനൊന്ന് വിടുകയാണ്. അവർ സഹജീവികളാണ്, അവരോട് കരുണ കാണിക്കണമെന്ന് ആയത്തുണ്ടെന്നാണ് ഇപ്പോൾ വീരു എഴുതിയിരുന്നത്. അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ഒന്ന് ദയവായി പോസ്റ്റ് ചെയ്തോളൂ വീരു. അപ്പോൾ അന്യമതസ്ഥർ നജസ്സുകളല്ല, അല്ലെങ്കിൽ എന്താണ് മറ്റേ നികൃഷ്ടജീവികളല്ല ആണെന്ന് ഖുറാനി പറഞ്ഞിട്ടില്ല, അവരങ്ങനെയൊന്നും അല്ല എന്നാണ് വീരു പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞ അള്ളാഹു ആണോ ശരിക്കും അള്ളാഹു, അതോ വീരു പറയുന്ന അള്ളാഹു ആണോ ശരിക്കും അള്ളാഹു? ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഇതിപ്പോൾ ഞാനാകെ കൺഫ്യൂഷനല്ല, നിങ്ങളാരും പ്രതികരിക്കുന്നില്ല. കർത്താവ് വന്നോ ആവോ? ഇവിടെ നിങ്ങളാരും പ്രതികരിക്കാതിരിക്കുകയാണ്. ഇവിടെ വീരു പറയുന്നു അങ്ങനൊരു സംഭവം ഖുറാനിലില്ല, നിങ്ങൾ കണ്ണു തുറന്ന് വായിക്കാത്തത് കൊണ്ടാണെന്ന്. ബാറോസൊന്നും ഇത് കാണുന്നില്ലേ? ഇത് കണ്ണു തുറന്ന് വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ടാണ്. കൺഫ്യൂഷനാണ്. ആണല്ലോ, ഉണ്ട്, അല്ല, കണ്ണു തുറന്ന് വായിക്കും, ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല എന്താ ഉദ്ദേശിച്ചത്. മുഹമ്മദ് പറഞ്ഞ അള്ളാഹു ആണ് ശരിക്കും അള്ളാഹു എങ്കിൽ ആ അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറയുന്ന ആ വ്യക്തി പറഞ്ഞത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും എന്താണ്, അല്ലെങ്കിൽ അന്യമതസ്ഥർ എന്താണ്? നജസുകളാണ്, അല്ലെങ്കിൽ നികൃഷ്ടജീവികളാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഖുറൈശ് എന്ന ആൾക്കാര് മുഹമ്മദ് പറയുന്നു ഖുറൈശിയാണെന്ന് പറയുന്നു. അവർക്കും ഇസ്രയേലിനും തമ്മിൽ എന്ത് ബന്ധം? ക്രിസ്ത്യാനികളായ നമ്മൾ ഇസ്രയേലികളല്ല, നമ്മളും തമ്മിൽ അവർക്ക് എന്ത് ബന്ധം? എങ്ങനെ ബന്ധം? ആർക്കറിയാം എന്ത് ബന്ധമാണ് ഇവർ പറയുന്നത്? ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഈ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ഇതേ എനിക്ക് ചോദിക്കണ്ടേ. എനിക്ക് ഇതൊക്കെ വായിച്ചപ്പോൾ മുടിഞ്ഞ തമാശയാണ് തോന്നിയത്. കാരണം വെളിച്ചത്തിന് ഇരുളുമായിട്ട് എന്ത് യോഗ്യതയാണ്? ഇത് തമ്മിൽ എന്താണ് ചേർച്ച? വെളിച്ചവും ഇരുളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുള്ളതുപോലെ ഇത് രണ്ടും തമ്മിൽ എന്താണ് ഒരു ബന്ധമുള്ളത്? കാരണം ഒരു ബന്ധമില്ലാത്ത സാധനം എടുത്തിട്ടുണ്ട് ഇത് തമ്മിൽ അടുത്ത ബന്ധമാണ്. അയ്യോ, നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അടുത്ത ബന്ധമാണ്. രണ്ടുപേരും കല്യാണം കഴിച്ച് 4 പിള്ളേരുണ്ട്, അങ്ങനെയാണ് ഇക്വേറ്റർ ഉണ്ടായെന്ന് പറയുന്ന അത്രയും മണ്ടത്തരമാണ് ഇപ്പോൾ ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതി വെച്ചിരിക്കുന്ന ഉളത്തരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വാര്യപുത്രി ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ വീരു പറഞ്ഞില്ലേ മനുഷ്യനാണെന്നുള്ള ബന്ധമുണ്ടെന്ന്. അതായത് സ്വന്തം അപ്പൻ ആരാണെന്നോ സ്വന്തം വ്യക്തിത്വമോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ യഹൂദന്മാർക്ക് പിതാവുണ്ട് എന്ന് കണ്ടിട്ട് അവിടെ കയറി ചെന്നിട്ട് പറയാ നിന്റെ അപ്പൻ എൻ്റെ അപ്പനാ, നീ മകനല്ല, ഞാനാണ് മകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്. എക്സാക്ട്ലി. ഇനി മാത്രമല്ല, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇത് രണ്ടും അടുത്ത ബന്ധമുള്ള 2 മതസമൂഹങ്ങളാണെന്ന് പറഞ്ഞത് തന്നെ വചനപാടിസ്ഥാനത്തിൽ ക്രൈസ്തവ വിശ്വാസപ്രകാരവും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്, പച്ച നുണയാണ്. അടുത്തത് 2-ാമത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നല്ല തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ശരിക്കും വഞ്ചിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ? ഖുറാനിലെ അള്ളാഹു എന്ന് പറയുന്ന വ്യക്തി, ഞാൻ വിചാരിച്ചു അള്ളാഹു വഞ്ചകരിലെ ഏറ്റവും ഉത്തമൻ. ഇപ്പൊ ഒരു പള്ളിക്കൊരു ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു.
അല്ല, ഇതിപ്പോൾ എനിക്ക് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പേരിന് മുന്നിലുള്ള ആ ഷെയ്ഖ് മാറ്റിയിട്ട് അള്ളാൻ്റെ ബാപ്പയായിട്ടുള്ള മുഹമ്മദ് കാരക്കുന്നിൽ എന്നാണ് എനിക്ക് തോന്നി. കാരണം വഞ്ചകന്മാരിലെ ഉത്തമനായ അള്ളാഹുവിനെ കടത്തിവിട്ടുന്ന വഞ്ചനയാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരാം, അള്ളാഹുവിൻ്റെ ഒരു വഞ്ചന എന്ന് പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുള്ള വഞ്ചനയാണ്. ഇനിയും എക്യുപ്പിനെ എടുത്ത് വഞ്ഞിക്കിട്ട പോലെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ചെയ്യാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. എക്യുപ്പിനെ പിടിച്ചിരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എക്യുപ്പ് നിങ്ങളെ വെറുതെ വിട്ടേക്കാം. ഞാനൊന്നും വെറുതെ വിടില്ല, മറുപടി തന്നേ വിടുകയുള്ളൂ. എക്യുപ്പിനോട് നിങ്ങൾ ചോദിച്ചു, അയ്യോ വേദക്കാരെന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചേക്കുന്നത് നിങ്ങളെടുത്തു, അപ്പം ഞങ്ങളുടെ ഗ്രന്ഥം നിങ്ങൾ വിശ്വസിക്കുന്നു ആണോ? അപ്പോൾ ബൈബിളിലെ കൊട്ടേഷൻസ് എടുത്തിട്ട് ഖുറാനിൽ എഴുതി വെച്ചപ്പോൾ മുഹമ്മദ് ബൈബിളിലെ വിശ്വസിച്ചു എന്നല്ലേ ഇവിടെ മണ്ടന്മാരെ അർത്ഥം. അതുകൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്, ഇന്നും ഒരു നടക്കി പോവുകയില്ല. അത് നമ്പർ 1. 2, ഈ പറയുന്ന അള്ളാഹുവിൻ്റെ വഞ്ചന എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ആളുകളുടെ കണ്ണിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ വഞ്ചിച്ചു വെച്ചുകൊണ്ട് ഈസയെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈസയെ പോലെ മറ്റൊരു രൂപത്തെ, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ രൂപത്തെ ഈസയെ പോലെ ആക്കിയിട്ട് ആ മനുഷ്യനെ, ആ ഈസയുടെ മുഖം ആക്കിയ മനുഷ്യനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ ക്രൂസിലേക്ക് കയറ്റിവിട്ടു. അങ്ങനെ ഒരു വലിയ ഒരു ജനസമൂഹത്തെ അള്ളാഹു വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹു ചെയ്ത കുറ്റത്തിന്, അള്ളാഹു ചെയ്ത വഞ്ചനയ്ക്ക് അവർ വഞ്ചിതരായിപ്പോയി. കാരണം അള്ളാഹു ആണ് ഇത് ചെയ്തത്. അള്ളാഹു ചെയ്ത ഈ കാര്യത്തിൽ വഞ്ചിതരായിപ്പോയ ഈ ആളുകളുടെ മേൽ നിങ്ങൾ ചെയ്യുന്ന പാപം പോലും, മല പോലെയുള്ള പാപം പോലും എടുത്തു വെച്ചിട്ട് ഇവരെ തള്ളി ബാലത്തിൽ നിന്ന് താഴെ നരകത്തിലേക്ക് ഇട്ടിട്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കുന്ന അത്രയും വലിയ മരമണ്ടനാണ് ഈ അള്ളാഹു. അത്രയും വലിയ ഈ വർഗ വഞ്ചകനും വഞ്ചകന്മാരിലെ ഉത്തമൻ എന്ന് ഖുർആൻ പറയുന്നത് പോലെ 3:84 8-ാമത്തെ സൂറയിലുമൊക്കെ പറയുന്ന അത്രയും വലിയ വഞ്ചകനായിട്ടുള്ള ഈ അള്ളാഹു എന്ന് പറയുന്ന വ്യക്തിയുടെ വഞ്ചനയെക്കാളും വലിയ വഞ്ചനയായിട്ടാണ് എനിക്ക് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ എഴുതിയേക്കുന്ന ഈ ഡയലോഗുകളിൽ നിന്ന് തോന്നി. മ്യൂട്ടായല്ലോ, എന്ത് പറ്റി? മ്യൂട്ടായി, ഓരോരു മ്യൂട്ടാണ്. ഓക്കെ സോറി ഞാൻ കൈ തട്ടിയതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇത്രയും വലിയ വഞ്ചന ചെയ്യുന്നതിലും അള്ളാഹു ചെയ്ത ആ വലിയ വഞ്ചനയെക്കാളും വലിയ വഞ്ചനയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ ചെയ്തിരിക്കുന്നത്. കാരണം എഴുതിയിരിക്കുന്ന 2-ാമത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഏറ്റവും വലിയ അംഗീകാരം ഞാൻ പറഞ്ഞേക്കാം. യേശുവിന്റെ മാതാവിനെ നിക്കാ ചെയ്യാൻ പോവുകയാണ് ഇയാള് ജന്നത്തിൽ ചെന്നിട്ട്. നല്ല ആദരവല്ലേ? ഇതിലും വലിയ ആദരവ് കൊടുക്കാനുണ്ടോ? ഈസാ നബിയുടെ ഉപ്പ ആകാൻ ആഗ്രഹിക്കുക, രണ്ടാനച്ഛനാകാൻ ആഗ്രഹിക്കുക. എങ്ങനെയുണ്ട്? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട് സിസ്റ്ററെ. ഈസ എന്ന് പറയുന്നത്, അത് ഈസയുടെ കാര്യം നോക്കിയത്, ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിൻ്റെ കാര്യമായിട്ട് അതൊരു ബന്ധമില്ല. 2, ഈസാ നബിയുടെ കാര്യം നോക്കിയത്. കാരണം ഈസാ നബിയുടെ ഉമ്മയെ നിക്കാഹ് ചെയ്യാൻ പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാകും. കാരണം ഈസ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്തുള്ളൂ, പരിശുദ്ധനായിട്ട് ജനിച്ചിട്ടുള്ളൂ, പ്യുവറായിട്ട് ജനിച്ചിട്ടുള്ളൂ എന്ന് അവരുടെ ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ്റെ വാപ്പയാവാൻ പുള്ളിക്കൊരാഗ്രഹം ഉണ്ടായിരിക്കും. കാരണം പുള്ളിക്ക് തന്നെ പുള്ളീൻ്റെ വാപ്പയെ അറിഞ്ഞൂടല്ലോ. വാപ്പ ചത്ത് 4 വർഷം കഴിഞ്ഞ് ജനിച്ചവന് വാപ്പ ആരെന്നറിയാതെ നിൽക്കുമ്പോൾ അബ്ദുൽ മുത്തല്ലിബിൻ്റെ മോനെ എന്തോ എന്ന് വിളി കേൾക്കുന്ന ടീമാണല്ലോ. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്തവനാണെന്ന് പറയപ്പെടുന്ന ഈസ ഈ തന്നെ കൊണ്ടൊരു അത്ഭുതവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പലർക്കും സൗഖ്യം കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റേ മണ്ണുകൊണ്ട് കിളിയെ ഉണ്ടാക്കി പറപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ അത്ഭുത പുരുഷൻ്റെ, ആ ഒരു പരിശുദ്ധനായ പുരുഷനെന്ന് ഖുറാൻ പറയുന്നത്. ക്രിസ്ത്യാനികളായിട്ടൊരു ബന്ധമില്ല, യേശു ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല. ആ വ്യക്തിയുടെ വാപ്പയാണോ എന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ടാകും. കാരണം നല്ലൊരു ആൺകുഞ്ഞിന് പുള്ളിക്ക് വാപ്പയാവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വേറൊരു ഓൺ ദ അതർ സൈഡ്, കർത്താവിന്റെ യേശു ക്രിസ്തു ദൈവത്തെ സ്വന്തം പിതാവേ എന്ന് വിളിച്ചതുപോലെ ആ പിതാവിന്റെ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് ഉപ്പാന്ന് വിളി കേൾപ്പിക്കാനായിട്ടാണോ? ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടുമായിരിക്കില്ലേ? അല്ല, യേശു ക്രിസ്തു അല്ലേ വിളിച്ചുള്ളൂ സിസ്റ്റർ. ഈസാ നബി അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചില്ലല്ലോ.
അതിന്റെ ഇയാൾ പോയിന്റ് യേശു അവിടെ ക്രിസ്തു കിടന്നു. എന്നല്ലേ എഴുതിയിരിക്കുന്നത്, പുസ്തകത്തിൽ യേശു അല്ല, ക്രിസ്തു എന്നല്ലേ ഇദ്ദേഹം യേശു എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എന്ന് എഴുതിക്കട്ടെ, ഇദ്ദേഹം യേശു ക്രിസ്തു എന്ന് എഴുതുന്നതിൻ്റെ പോയിന്റുകളിലേക്ക് നമ്മൾക്ക് പിന്നെ വരും. ഞാൻ മുഹമ്മദിൻ്റെ ഓക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇസ്ലാമി എന്ന് പറയണമല്ലോ. അത് ഓക്കെ ഓക്കെ ഇസ്ലാമിൽ ഓക്കെ മുഹമ്മദ് കാര്യം. ഈസയല്ലേ, ഈസയായിട്ടല്ലേ ബന്ധമുള്ളൂ, യേശുവായിട്ട് ബന്ധമില്ലല്ലോ. അപ്പോൾ ഈ ഓക്കെ പുസ്തകത്തിൻ്റെ, ഞാൻ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഈ പുസ്തകത്തിൽ തന്നെ തുടക്കത്തിലെ ഫസ്റ്റ് ലെറ്ററിലുള്ള ആ ഒരു വഞ്ചന തന്നെ അടുത്തത് തുറന്നു കാണിക്കുകയാണ്. യേശു ഖുറാനിൽ, ഇതാണ് ടൈറ്റിൽ. യേശു എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് ഇസ്ലാമിക ഖുറാൻ്റെ ട്രാൻസ്ലേഷനുകളിൽ, ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷനുകളിൽ യേശു എന്നെഴുതിയേക്കുന്ന ഒരു പേര് നിങ്ങൾക്കാർക്കെങ്കിലും ഉലക ചരിത്രത്തിലുള്ള ഏതെങ്കിലും ഒരു ഖുറാൻ ഇന്നെടുത്ത് കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങളിതുവരെ വായിച്ചിട്ടുണ്ട്. ഞാൻ 8-9 ട്രാൻസ്ലേഷനുകൾ വായിച്ചു തീർത്ത വ്യക്തിയാണ്. ഒരെണ്ണത്തിൽ പോലും എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. യേശു എന്ന് ഖുറാൻ്റെ പരിഭാഷകളിൽ ഏതെങ്കിലും ഒരു പരിഭാഷയിൽ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു വ്യക്തി എഴുതി വെച്ചത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നോ, ആരും ആർക്കതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ച എല്ലാവരും ഇനി ഞെട്ടിയിരിക്കുക. ആ ആ എവിടെ അങ്ങനെ ഇട്ടിട്ടേ ഇല്ലല്ലോ, ചില എവിടെയും പറഞ്ഞു. പക്ഷെ വ്യാഖ്യാനങ്ങളിൽ ഈസാനൊന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെയും വ്യാഖ്യാനമല്ല മോനെ, ട്രാൻസ്ലേഷൻ ഖുറാനിൽ അല്ല, വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിൽ എന്നല്ലല്ലോ, യേശു ഖുറാനിൽ എന്നല്ലേ ടൈറ്റിൽ. ഇല്ല ഇല്ല ഇല്ല, ഒറ്റ ഖുറാനിലും കണ്ടിട്ടില്ല. ഒറ്റ ഖുറാനിലും ഇല്ല. അപ്പം ഈ ഇല്ലാത്ത ഒരാൾ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചതിന് ഒന്നാമത്തെ വഞ്ചനയല്ലേ, നമ്പർ 1. 2, കേസ് കൊടുക്കണം പിള്ളാച്ച. അപ്പം ഇത് കൃത്യമായിട്ട് കേസ് കൊടുക്കും. ക്രിസ്തു നിന്ന നടത്തുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവർക്ക് മാത്രമേ ഈ നബി നിന്ന പറ്റത്തുള്ളൂ? ഞങ്ങളുടെ കർത്താവിനെ എടുത്തുകൊണ്ട്, കർത്താവിൻ്റെ പേരെടുത്തുകൊണ്ട് ഉലക ചരിത്രത്തിലെ സകല മ്ലേച്ഛതകളെയും ലീഗലൈസ് ചെയ്തിരിക്കുന്ന, സകല വൃത്തികേടിനും ചുക്കാൻ പിടിക്കുന്ന, കൊടി പിടിക്കുന്ന, അല്ലെങ്കിൽ സകല മ്ലേച്ഛതകളോടും കിടപിടിച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പേരെടുത്തിട്ടുകൊണ്ട് അവിടെ ഇല്ലാത്ത ഒരു പേരിനെ തിരികെ കയറ്റി ഈ യേശു ഖുറാനിലുണ്ട് എന്ന് പറയുന്നത് ക്രിസ്തു നിന്നയല്ലേ? തെറ്റല്ലേ? തികച്ചും വ്യാജമല്ലേ? അപ്പോൾ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെന്ന് പറയുന്നവനൊരു വ്യാജനും തികഞ്ഞ നുണയനും ഒരു രാജനുണയനെന്ന് പേര് കൊടുക്കത്തക്കവണ്ണം വഞ്ചകന്മാരിലെ ഉത്തമനെന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കാളും അള്ളാഹുവിൻ്റെ ബാപ്പയാകാൻ വരെ കെൽപ്പുള്ള അത്രയും വലിയ പെരും നുണയനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നുള്ള ആ ഒരു വ്യക്തി എന്നത് ഈ ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അടുത്തത് അദ്ദേഹം എഴുതി വെച്ചിരുന്ന 2 പോയിന്റുകളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒന്ന്, അടുത്ത ബന്ധമുള്ള 2 മതസമൂഹങ്ങളാണ്, യാതൊരു ബന്ധവുമില്ല. അടുത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ക്രൈസ്തവ സമൂഹം ഏറ്റവും ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ ഏത് യേശുവിനെയാണ് അംഗീകരിക്കുന്നത്? ഇനിയും ആ വിഷയം നമ്മൾ പഠിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു എന്നാണല്ലോ ഇവിടെ ഒന്നാമത് എഴുതിയിരുന്നത്. ക്രൈസ്തവ സമൂഹം ഏറ്റവും ആദരിക്കുന്ന യേശു എന്നാണ് എഴുതി വെച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹം ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിലുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ സഹോദരങ്ങളെ? ചോദ്യം ഒന്നുകൂടെ പറഞ്ഞ വേറെ ബ്രദറെ. ക്രൈസ്തവർ ആദരിക്കുന്ന, മോനെ ഇത് എൻ്റെ സെൻറ്റൻസ് അല്ല, എൻ്റെ ചോദ്യമല്ല, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന്. ഒറ്റ വാക്കിലായിരിക്കണം നിങ്ങളുടെ മറുപടി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നോ 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 നോ. നിങ്ങൾ അങ്ങനെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? നിങ്ങൾ നോ പറഞ്ഞാൽ വെറുതെ ഞാൻ സമ്മതിക്കുമോ? ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു എവണ്ണമുള്ള വ്യക്തിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ഈ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു ആരാണ്?
അത് പരിശോധിക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിലേക്ക് തന്നെ പോകണം. കാരണം ഖുറാനിൽ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കാണാനേ കഴിയുന്നില്ല. ഇവിടെ വീരുവിനെ പോലുള്ളവർ എഴുതിയിടുന്നുണ്ട് യേശു തന്നെയാണ് ഞങ്ങളുടെ ഈസ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. ദേ ഇപ്പോൾ നോക്കിക്കോളൂ. യേശു ക്രിസ്തു എന്തുകൊണ്ട് ഈസ അല്ലെന്നും ഖുറാനിൽ എന്തുകൊണ്ട് യേശുവില്ലെന്നും ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യവും ഇപ്പോൾ തെളിയിച്ചു തരാം. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം സംസാരിച്ചതായ, അല്ലെങ്കിൽ പിതാവായ ദൈവം സംസാരിച്ചതായ ഭാഗമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ്. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പറയുന്നു. ദൈവപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ഏതെങ്കിലും ഒരു മുസ്ലിം അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ആദരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ എഴുതി വച്ചിരിക്കുന്നത് നുണയല്ലേ? അല്ലേ? നമ്പർ 1. 2, ഈ ഉണർവുള്ള സഹാനുഭൂതി കാണിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കരുണാമയനും അതുപോലെ തന്നെ കമ്പാഷനേറ്റുമാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ജനത്തെ കണ്ടപ്പോൾ യേശു അവരോട് കരുണയുള്ളവനായി, അല്ലെങ്കിൽ അവരോട് മനസ്സലിഞ്ഞു, ദയ കൊണ്ടു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ യേശു അവനോട് കരുണ കാണിച്ചു എന്നൊരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവനോട് കരുണ തോന്നി. കരുണ കാണിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കരുണയുള്ളവനും സഹാനുഭൂതിയുള്ളവനുമായ ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ അവർക്ക് വിശ്വാസയോഗ്യമായ, അവർ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ഗ്രന്ഥത്തിൽ ആ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന, ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഈ യേശു അവിടെ ഇല്ലെന്നുള്ളതും വ്യക്തമാക്കി. ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ യേശു ക്രിസ്തു, അതായത് ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു, കരുണയും കമ്പാഷനേറ്റുമായ അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ളവനുമായ ഈ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഖുറാനിൽ എവിടെയെങ്കിലും അവർ ഇപ്പോൾ വീരുമൊക്കെ കമൻ്റ് ഇട്ടതുപോലെ ഈസയാണ് യേശു എന്ന് പറയുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി ചെന്നുകൊണ്ടിരുന്നു എന്നൊരു കാര്യം എഴുതി വച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഈസയാണോ ഈ യേശു? അല്ല. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു ഖുറാനിൽ എവിടെയുമില്ല. ഇനി അടുത്തത് രക്ഷകനും അതുപോലെ തന്നെ വിടുവിപ്പിൻ്റെ വഴിയുമായിട്ടുള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു, ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തു, ഹി ഈസ് നോട്ട് ഓൺലി ദ സേവിയർ, ഹി ഈസ് ഓൾസോ ദ വേ ഓഫ് സാൽവേഷൻ എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നവനാണ് ക്രിസ്ത്യാനികൾ ആദരിക്കുകയും ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെ, അതായത് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന, ഉലകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലവേ ഇല്ല. അപ്പോൾ പറഞ്ഞു തരണം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഉലകരക്ഷകനായ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങളാകുന്ന നിങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടങ്ങുന്ന മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ തന്നെ മാർഗവും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം
2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, അവൻ കർത്താവായ ക്രിസ്തുവാകുന്നു എന്നെഴുതിയിരിക്കുന്നു. മശിഹായാകുന്ന ക്രിസ്തുവിനെ, മശിഹാകുന്ന ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശുവിനെ മശിഹായായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? രക്ഷിതാവായി മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മറുപടി പറയണം. മുസ്ലിങ്ങൾ ഇതിന് ഉത്തരം പറയണം. ഈ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് നിങ്ങളുടെ പണ്ഡിത വൃന്ദം എഴുതി വച്ചിരിക്കുമ്പോൾ ഇതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ പറയാൻ? ഇതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്? ഈ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ മറന്നെങ്കിൽ പറഞ്ഞു തരാം. ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണർവും സഹാനുഭൂതിയുമുള്ള, അല്ലെങ്കിൽ കരുണയും സഹാനുഭൂതിയുമുള്ള ഈ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? രക്ഷകനും വിടുവിപ്പിൻ്റെ വഴിയുമായിട്ടുള്ള, സേവിയറും വേ ഓഫ് സാൽവേഷനുമായിട്ടുള്ള ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആദരിക്കുന്നുണ്ടോ? അടുത്തത് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പാപം ഒഴികെ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടവൻ. ആ മഹാപുരോഹിതൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്ന, പാപമൊഴികെ എല്ലാറ്റിലും സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശുവിനെ, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അവനെ രക്ഷകനായിട്ട് സ്വീകരിച്ചവരുടെ ഉള്ളിലുള്ളത് മുസ്ലിങ്ങളുടെ ഉള്ളിലില്ല. നിൻ്റെ ഹൃദയത്തിലേക്ക്, ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അവനെ കുടിയിരുത്തിക്കൊണ്ട് പറയാൻ കഴിയുമോ, ഈ യേശുവിനെ ഞാൻ ആദരിക്കുന്നുവെന്ന്? ഈ യേശുവിനെ ഏതെങ്കിലും ഒരു മുസ്ലിം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടങ്ങുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം വൃന്ദം തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവനാണ് ക്രൈസ്തവർ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും ആദരിക്കുന്നവൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മുസ്ലിം ലോകം അത് അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. മുസ്ലിം ലോകം ഈ യേശുവിനെ ആദരിക്കുമോ? ഒരിക്കലുമില്ല. അടുത്തത് യോഹന്നാൻ എഴുതിയ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 45-ഉം 46-ഉം എന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ സത്യം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരിടത്ത് കാണുന്നു, അവൻ വിശ്വസ്തനും സത്യവാനുമെന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? വിശ്വാസയോഗ്യനും സത്യം പറയുന്നവനുമാണ്. വിശ്വാസയോഗ്യവും സത്യം മാത്രം പറയുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുസ്ലിം വൃന്ദം അംഗീകരിക്കുന്നുണ്ടോ? അബ്രഹാമിനും മുൻപേ ഉള്ളവനാണ് ഞാൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മുസ്ലിം ലോകം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിക്കേണ്ടത് ആവശ്യമാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മുസ്ലിം വൃന്ദം അംഗീകരിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ദയയും കരുണയും നിറഞ്ഞവനാണ്. സകല അവകാശങ്ങളും ആധിപത്യമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എംബോഡിമെൻ്റ് ഓഫ് ലവ് ആയിട്ട് യേശുവിനെ കാണാം. അതായത് സ്നേഹത്തിൻ്റെ ദർശനമായി തീർന്നവൻ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ രൂപമായി തീർന്നവനെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, സ്വന്തം സുഹൃത്തുക്കൾക്കായി തൻ്റെ ജീവനെ നൽകാതിരിക്കുന്നതിലും വലിയ സ്നേഹം ആരിനുമില്ല. ഇതാണ് കുറച്ചു മുൻപ് അച്ചങ്ങച്ചായൻ പറഞ്ഞ വാക്ക്. തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി ജീവൻ നൽകുന്ന ഒരു യേശു ക്രിസ്തുവിനെ, എന്നാൽ ജീവൻ നൽകിയ ഒരു യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ
ഏറ്റവും ആദരിക്കുമ്പോൾ ആ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നിമിത്തം ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവാകുന്ന ദൈവം തൻ്റെ സ്നേഹം മനുഷ്യരോട് പ്രത്യക്ഷമാകുന്ന തൻ്റെ രൂപത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആദരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലവേ ഇല്ല. അടുത്തത്, അഭിഷക്തനായ മശീഹായായിട്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം 14-ാം വാക്യം എന്നിവ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് യേശു ക്രിസ്തു തന്നെയാണ് സാക്ഷാൽ ദൈവം. 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാൽ വചനമാകുന്ന ദൈവത്തെ കാണുകയും അവൻ സാക്ഷാൽ ഈ വചനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും 2-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവനാൽ സകലവും ഉളവാക്കപ്പെട്ടു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലത്തിൻ്റെയും സൃഷ്ടാവായ ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ ഈ യേശുവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇനിയും തോമസ് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്ന അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനെ എന്നാണ്. യേശു ക്രിസ്തു അത് തിരുത്തുന്നില്ല. യേശു ക്രിസ്തു സത്യവാനാണ്, അവനത് തിരുത്തുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിളിപ്പിന് അതായത് യാതൊരു നിഷേധവും യേശു ക്രിസ്തു പ്രകടിപ്പിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ദൈവമാകുന്ന കർത്താവായിരിക്കുന്ന രാജാവായിരിക്കുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലവേ ഇല്ല. ഇല്ലവേ ഇല്ല. ഇല്ലവേ ഇല്ല. അടുത്തത്, ദൈവത്തിൻ്റെ പൂർണ്ണത ദേഹരൂപത്തിൽ പാർക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പൂർണ്ണത ദേഹരൂപത്തിലിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണത ദേഹരൂപത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും അതൊന്ന് എടുത്ത് വായിച്ചാൽ നന്നായിരിക്കും. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണെന്നാണ് ഓർമ്മ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ജ്യോതിയും അവൻ്റെ പ്രതിച്ഛായയുമാകുന്നു എന്നൊരു വാക്യമില്ലേ? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. വോയിസ് ഓഡിബിൾ ആണോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ആ വാക്യം ഒന്ന് എടുത്താൽ നന്നായിരുന്നു ബറോസ്. ഏതായിരുന്നു? 1-ാം അധ്യായം 3-ാം വാക്യം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും. ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം ആദരിക്കുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അടുത്തത്, ഇനി കുറച്ച് പഴയ നിയമത്തിൻ്റെ 1-2 കാര്യങ്ങൾ ഒന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. യെശയ്യാ പ്രവചനം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്, അവന് പേരിട്ടത് യേശു എന്നാണ്.
വേറെ ഒന്നുമല്ല, യഹോശുവ എന്നാണ് ഒരു പേരിട്ടത്. ആ പേരിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? കാരണം അവൻ്റെ ജനനത്തിങ്കലാണ് ദൂതന്മാർ സാക്ഷ്യം വഹിച്ചത്, ഇതാ രക്ഷിതാവ് പിറന്നിരിക്കുന്നു. ആ രക്ഷിതാവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിം വൃന്ദത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന, ആദരിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണോ? അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. കപ്പലിലുള്ളവർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അപ്പോൾ സകല നമസ്കാരത്തിനും ആരാധനയ്ക്കും യോഗ്യനാണ് യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തു അത് നിഷേധിക്കുന്നില്ല. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ, ആരാധനയ്ക്ക് അർഹനായ ഈ യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലുകളും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന്, കർത്താവെന്ന് അവർ സമ്മതിക്കും, അവർ ഏറ്റുപറയും. യേശു ക്രിസ്തു ദൈവമെന്നും കർത്താവെന്നും ഏറ്റുപറയപ്പെടുന്ന, എല്ലാ മുഴങ്കാലുകളും മടങ്ങുമെന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന, ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന സകല സ്തുതിക്കും, സകല സ്തോത്രത്തിനും, സകല മാനത്തിനും, സകല പുകഴ്ചയ്ക്കും, സകല മഹത്വത്തിനും യോഗ്യനായ, സകല ആരാധനകൾക്കും യോഗ്യനായ ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? മുസ്ലിങ്ങൾ ആദരിക്കുമോ? ഇതൊക്കെയാണ് യേശു ക്രിസ്തു. ഇതിലെല്ലാറ്റിലുമുപരി താണഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ദൈവം താൻ ഇറങ്ങി വന്നത് യേശു എന്ന പേരിലാണ് എന്ന് ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന യേശുവിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ, ആ യേശുവിനെ, ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ദൈവമാകുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? തീർന്നില്ല, അവിടെയും തീർന്നില്ല. സകല മാനവരാശിയുടെ പാപത്തെ തൻ്റെ തോളിൽ ചുമന്ന് വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനെ പോലെ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയെന്നോ അവണ്ണം ജനിച്ച്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമോ അവണ്ണം ജീവിച്ച്, മനുഷ്യന് വേണ്ടി സകല മാതൃകകളും ഉത്തമ മാതൃകയായി കാണിച്ചു തന്നു, മനുഷ്യന് വേണ്ട സകലതും അവൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചുകൊണ്ട് ആ ഗോൽഗോഥയുടെ കളത്തിൽ, അതിനു മുൻപായി ഗ്രഹവിചാരകന്മാരുടെ മുൻപാകെ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോൾ, ദൈവദൂഷകൻ എന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോൾ, ഇവരുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയുമെന്ന പ്രാഗൽഭ്യത്തോടെയുള്ള ചോദ്യത്തിന് മുൻപായി ഒരു മനുഷ്യനും കിടപിടിച്ച് നിൽക്കാൻ കഴിയാത്ത പാപരഹിതനായ ഈ യേശു ക്രിസ്തുവിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. അവൻ പീലാത്തോസിൻ്റെ വിധിക്ക് മുന്നിൽ കുറേ 40 അടികൾ കൊള്ളുകയും അവൻ്റെ മാംസകഷ്ണങ്ങൾ ആ ചാട്ടകളുടെ അറ്റത്തുള്ള ആ കൂർത്ത കമ്പി കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളും കൊണ്ട് പറിച്ചു മാറ്റപ്പെട്ടപ്പോൾ ആ ശിക്ഷാക്കളം ഒരു രക്തക്കളമായി മാറി. അവൻ്റെ പുറമുഴവുചാൽ പോലെ കീറപ്പെട്ടു. തിരുവചനത്തിൽ, പഴയ നിയമത്തിൽ പറയുന്നത് പോലെ, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങൾക്കായി, നമ്മുടെ വേദനകൾക്കായി അവൻ അടികളേറ്റു. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വ്യാപരിക്കുവാനായി അവൻ അടികളേറ്റു. ഈ യേശു ക്രിസ്തുവിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ? ഈ യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുമോ? ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ കർത്താവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? തീർന്നില്ല. തുടർന്നുള്ള അവനെ ക്രൂശിക്ക എന്നുള്ള ജനങ്ങളുടെ ഉച്ച നിലവിളിയെങ്കിൽ ഒരു ഭാരമേറിയ മരക്കുരിശെടുത്ത് തൻ്റെ തോളിലേക്ക് വെച്ച്, ഈ ഭാരമുള്ള കുരിശ് ഇത്രയും അടികളേറ്റ
2 ദിവസം നീളുന്ന ചോദ്യങ്ങൾക്ക് ശേഷം, ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഭാരമേറിയ ക്രൂശെടുത്ത് തോളിൽ ചുമന്ന് വീണും എഴുന്നേറ്റും ഗോൽഗോഥയുടെ കളത്തിലേക്ക് കയറി ചെല്ലുന്നൊരു കാഴ്ചയുണ്ട്. ആ മലമുകളിലേക്ക് കയറി ചെന്ന് അവൻ പാപികളുടെ അല്ലെങ്കിൽ കുറ്റക്കാരുടെ, കൊലയാളികളുടെ ഏറ്റവും അധികം പാപം ചെയ്ത് അല്ലെങ്കിൽ കൊടൂരമായ പാപത്തിന് ശിക്ഷ വിധിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെടുക എന്നുള്ള ശിക്ഷ വിധിക്കപ്പെട്ട ഈ കർത്താവ് പാപികളോടുകൂടെ, എനിക്കതിൻ്റെ ആ വാക്ക് കിട്ടുന്നില്ല പറയാൻ, അത്രയും കൊടിയ പാപം ചെയ്തവരോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുകയാണ്. ആർക്കു വേണ്ടി? മാനവരാശിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമോ? ആ കാൽവറി ക്രൂശിൽ രക്തം തുള്ളി തുള്ളിയായി ഒഴുക്കി, ഓരോ തുള്ളി രക്തവും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ് തൻ്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ട ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? മുസ്ലിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ ആദരിക്കുമോ? ഇരു കരങ്ങളും ചേർത്ത് ആണിയടിക്കപ്പെട്ട ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ, ആദരിക്കുമോ? തീർന്നില്ല. ശിരസിൽ മുൾമുടി ആഴ്ത്തപ്പെട്ട ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ, ആദരിക്കുമോ? എൻ്റെ വസ്ത്രത്തിനു വേണ്ടി അവർ ചിട്ടിട്ടു എന്ന് പറയുന്ന വസ്ത്രം പോലും പിച്ചി ചീന്തപ്പെട്ടതായ നിലയിൽ, വസ്ത്രം പിച്ചി ചീന്തുന്നത് പോലെ ആ നിലയിൽ തൻ്റെ ശരീരം ചീന്തപ്പെട്ടപ്പോൾ തൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിട്ട ആ വസ്ത്രം എടുത്തുകൊണ്ടുപോയ വ്യക്തികൾ, ആ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുമോ, മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? അവിടം കൊണ്ടും അവസാനിച്ചില്ല. അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ഒരു മനുഷ്യൻ്റെ ശാസ്ത്രീയമായ നിലയിൽ പരിശോധിച്ചാൽ, ശാസ്ത്രീയമായ നിലയിൽ ചിന്തിച്ചാൽ, എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞാലും, എങ്ങനെ ചോര വാർന്ന് വലിച്ചെന്ന് പറഞ്ഞാലും, ഒരുവൻ്റെ ലങ്സിലും അവൻ്റെ ഹൃദയത്തിൻ്റെ അടിയിലും 4 ചേമ്പറുകളുള്ളതിൻ്റെ താഴത്തെ ചേമ്പറിൽ കുറച്ച് രക്തം കെട്ടിക്കിടക്കും, കുറച്ച് വെള്ളവും രക്തവും കൂടെ ചേർന്ന് കെട്ടിക്കിടക്കുമെന്ന് പറയുമ്പോൾ, ഒരു കുന്തത്തിൻ്റെ കുത്തലിൽ തൻ്റെ വിലാപ്പുറത്ത് കുത്തി തൻ്റെ ഹൃദയത്തെ, ചങ്കിനെ കുത്തിത്തുളച്ച് അവസാനത്തുള്ളി രക്തവും ജലവും വരെ പുറത്തു വരത്തക്ക നിലയിൽ, അവസാനത്തുള്ളി രക്തം വരെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിന്തി, തൻ്റെ ജനത്തിനു വേണ്ടി ചിന്തി മരിച്ച് മൺമറഞ്ഞു പോയ, ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ട് വോയിസ് പോയെന്ന്. വോയിസ് ക്ലിയർ ആണോ? തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രക്തം ചിന്തി അവസാനത്തുള്ളി രക്തം വരെയും നൽകിയ സകല മാനവരാശിയുടെയും പാപപരിഹാരകനായ ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുമോ, അംഗീകരിക്കുമോ? അവസാനിച്ചില്ല പ്രിയമുള്ളവരെ ചരിത്രം. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മുറിയിൽ കിടന്ന് ചത്ത് ചീഞ്ഞളിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് ആഗ്രഹിച്ചും ആശിച്ചും അങ്ങനെ പറഞ്ഞു നിന്നതായ സാഹചര്യത്തിൽ യേശു എഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് വിചാരിച്ച് നിന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആ പേര് ഇത്തരണത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ കിടന്ന മുറിയിൽ തന്നെ അതേ മുറിയിൽ അതേ കട്ടിലിനരികിൽ വെച്ച് താൻ മോഷ്ടിച്ചെടുത്ത ഒരു വസ്ത്രവും ഒരു അടിവസ്ത്രവും കൂടെ ചേർത്ത് കുഴിച്ചിടത്തക്കവണ്ണമുള്ള ഗതികേടല്ല എൻ്റെ കർത്താവിനുണ്ടായത്. അവനെ പുതിയ കല്ലറയ്ക്കലാണ് വെച്ചത്. വെട്ടിയെടുത്ത ഒരു പാറക്കിടയിലാണ് എൻ്റെ കർത്താവിനെ അടക്കം ചെയ്തത്. അത് രാജാക്കന്മാർക്ക് നൽകുന്ന ഒരടക്കമാണ്. അവൻ്റെ മരണത്തിൽ പോലും അവൻ രാജാക്കന്മാരോട് കൂടെയാണ്, അവൻ പ്രഭുക്കന്മാരോട് കൂടെയായിരുന്നു. തീർന്നില്ല പ്രിയമുള്ളവരെ. അതിൻ്റെ പുറത്തേക്ക് ഒരു വലിയ ഉരുളൻ കല്ല് എടുത്തു വച്ചു. ഒരു വലിയൊരു മുദ്രയും അതിൻ്റെ പുറത്ത് ചെയ്തു. ഒരു സീലും കൂടെ വച്ചു. ചില സ്ത്രീകൾ കർത്താവിൻ്റെ ആ ശരീരത്തെ ഒന്ന് എംബാം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ
ഈ ഒരു ബാമുകളായിട്ട് ഇങ്ങനെ ഓടിയ സമയം, അതായത് നമ്മുടെ ഇവിടുത്തെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ യഭാം ചെയ്യാനെന്ന് പറയുന്ന തമാശകൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ സ്ത്രീകളും ആ ശരീരത്തെ എംബാം ചെയ്യാനായിട്ട്, ആ ശരീരത്തിൽ പൂശാനായി ഈ തൈലമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയം 100 കിലോ, 100 കിലോ 450 കിലോ. 100 റാത്തൽ, 100 റാത്തലല്ലേ, സോറി, ഞാൻ ആ റാത്തലിൻ്റെ കണക്ക് മറന്നുപോയി. ഇതും ചുമന്ന് ആ സഹോദരിമാർ പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ സ്വർഗത്തിലെ ഒരു ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റിവെച്ചു. ദൂതൻ കല്ലുരുട്ടി മാറ്റിവെച്ച് യേശു പുറത്തു പോയെന്ന് എഴുതിയിട്ടില്ല. യേശുവിന് പുറത്തു പോകാൻ ആ കല്ലുകളൊന്നും ഉരുട്ടി മാറ്റുമൊന്നും വേണ്ട. പക്ഷേ ഒരു ദൂതൻ ഇറക്കിയെന്ന് ഇവരുടെ ഒരു ചിന്തയുണ്ടായിരുന്നു, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ദൂതന്മാരെ അയച്ച് കല്ലുരുട്ടി മാറ്റിക്കും. ആ കല്ലുരുട്ടി മാറ്റി വെച്ചിട്ട് ഇന്നും എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ആ ദൂതൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെയും അവസാനിച്ചില്ല. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു ശരീരം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ദൂതൻ, ഏതെങ്കിലും ഒരു വെള്ളപ്പിശാജ്, ഇത് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളല്ല, ഷെയ്ഖ് ഖുർത്തുബിയുടെ വാക്കുകളാണ്, ഇമാം ഖുർത്തുബിയുടെ വാക്കുകളാണ്. ഒരു വ്യക്തിയുടെ അടുക്കൽ വെള്ളപ്പിശാജ് ജിബ്രീൽ എന്ന മലക്കിൻ്റെ രൂപത്തിൽ വന്ന ആയത്തുകൾ നൽകുമായിരുന്നു. അതൊക്കെയല്ലേ ഈ മേലെഴുതിയിരിക്കുന്ന ആയത്തുകൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാക്കുകൾ അവിടെ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സാക്ഷാൽ ദൈവദൂതൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഉലകമഹാന്മാരഖിലരും ഒരുപോലെ കല്ലറയ്ക്കൽ ഉറങ്ങുന്നു, നമ്മുടെ ഉന്നതൻ യേശു മാത്രം ഉയരത്തിൽ വാഴുന്നു എന്ന് പാട്ടുകൾ പാടിപ്പോലും ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? മുസ്ലിങ്ങൾ ആദരിക്കുമോ? അടുത്തത് എവിടെ ആദരിക്കുന്ന? താഴെ ഇരുന്നോണ്ട് വട്ടുപിടിച്ച പോലെ ഒരു വാർത്ത എഴുതുന്ന കണ്ടില്ല. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിടിക്കാം. അവിടം കൊണ്ടും അവസാനിച്ചില്ല. അവൻ എവിടെയോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുക മാത്രമല്ല, തൻ്റെ ശിഷ്യവൃന്ദങ്ങൾക്കും മറ്റനേക ആയിരങ്ങൾക്കും അവൻ പ്രത്യക്ഷനായി. അതിന് കൃത്യമായി അവൻ പ്രത്യക്ഷനായി എന്ന് ചരിത്രം പോലും രേഖ എഴുതി വച്ചിരിക്കുമ്പോൾ അവൻ അവർ കാണുകെ മീതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. ആ കർത്തൃസന്നിധിയിലേക്ക്, അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് താൻ കടന്നുപോയപ്പോൾ 2 ദൂതന്മാരടുക്കൽ വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾക്ക് മുൻപായി എടുക്കപ്പെട്ട ഈ യേശു ക്രിസ്തു താൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് എഴുതിയിരിക്കുന്നു. സകല മാനവരാശിക്കുമായി തൻ്റെ ജീവൻ വെച്ച, മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ആ കയറിപ്പോയതുപോലെ തന്നെ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞിരിക്കുന്ന, ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുമോ? ഈ യേശുവിനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ? അവൻ ഇന്നും രാജാതിരാജാവായി, കർത്താവായി, മീതെ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാനായി, എൻ്റെ കർത്താവായിരിക്കുന്നു എന്ന് പറയുന്ന ഈ യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ശുശ്രൂഷകർ ഈ ദിവസങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വെട്ടേറ്റ് വീണ ഒരു ദൂതനാകുന്ന ഏതെങ്കിലും എമ്പുരാനല്ല എൻ്റെ ഹീറോ. മാനവരാശിക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ഉടയ തമ്പുരാനാണ് എൻ്റെ ഹീറോ. അവനാണ് എൻ്റെ ദൈവം, അവനാണ് എൻ്റെ കർത്താവ്, അവനാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും ആദരിക്കുന്ന യേശു ക്രിസ്തു. ക്ഷമിക്കണം. അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
ഈ ഈ യേശുവിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുകയുമില്ല, മുസ്ലിങ്ങൾ സ്വീകരിക്കുകയുമില്ല. ഈ യേശു ക്രിസ്തുവുമായിട്ട് മുസ്ലിങ്ങൾക്കൊരു ബന്ധവുമില്ല. ദേ ഡോണ്ട് നോ ഓൾസോ, അവർക്ക് അറിയുമില്ല, ഇങ്ങനെ ഒരു യേശുവിനെ അവർ അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെച്ച് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 20 കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെക്കുറിച്ചൊരു 20 കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള 20 കാര്യങ്ങൾ. ഇവ പോലും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല, മുസ്ലിങ്ങൾ ആദരിക്കുന്നില്ല. എന്നിട്ടും എഴുതി വച്ചിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ആദരിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ ആദരിക്കുന്നു എന്ന് മാത്രമല്ല അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു താണ ഭൂമിയിൽ മാനവരാശിക്ക് വേണ്ടി പ്രത്യക്ഷനായി, അവൻ വേഷത്തിൽ മനുഷ്യനായി വരികയും മരിച്ച് മൺമറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും മാനവരാശിക്ക് വേണ്ടി ജീവിക്കുന്ന സാക്ഷാൽ ദൈവവും സൃഷ്ടാവായ ദൈവമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടങ്ങുന്ന മുസ്ലിം വൃന്ദം വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ അത് വാസ്തവമല്ല എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് യേശു എന്ന് പറയുന്നൊരു പേര് പോലും ഖുറാനിലെവിടെയും കാണാൻ കഴിയാതെ ഇരിക്കെ യേശു ഖുറാനിൽ എന്ന് പറഞ്ഞ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിറക്കിയിരിക്കുന്ന ഒരു വ്യാജഗ്രന്ഥത്തിൻ്റെ വ്യാജ ഉടമയും വെറും വ്യാജനും രാജനുണയനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഓൻ വെറും കാരക്കുന്ന് മാത്രമല്ല, വഞ്ചകന്മാരിലെ ഉത്തമനായ അള്ളാഹുവിൻ്റെ ബാപ്പയാകാൻ കെൽപ്പുള്ള, തൻ്റെ ബാപ്പയെന്ന് വിളിക്കപ്പെടുന്ന ആ കുതിരയാണോ എന്ന് പോലും ഞാൻ ഈ തരുണത്തിൽ സംശയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റൂം ഡിസ്കഷനായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. താങ്ക് യു. താങ്ക് യു ആര്യർ, വണ്ടർഫുൾ. അയാളെ നമ്മളിവിടെ കൊണ്ടുവരണം. ഇയാളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ ഫോൺ ചെയ്യാം. അയാള് മരിച്ചു പോയ ആന്റി, സിസ്റ്ററെ, അവര് മരിച്ചു ഇല്ല പോയി. ഇല്ല ഇല്ല അയാള് ഇല്ല ഇല്ല, ഷെയ്ഖ് ഇയാളുണ്ട്, മുഹമ്മദ് കാരക്കുന്ന് അയാൾ ഇല്ലേ? ജീവനോടെ ഉണ്ട്. ഭാര്യപ്രദേ, ഇനി എന്നാ പോകുന്നേ? ഒത്തിരി ദിവസങ്ങളായി കണ്ടിട്ട്, നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സംസാരവും ഒക്കെ. നല്ല ആള്. ഏറ്റവും നല്ലൊരു ഇവിടെ ഉണ്ട്. പ്രസന്റേഷന്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. 2 എണ്ണം അയാൾ പറഞ്ഞ് 2 വാചകത്തെ വെച്ചിട്ടാണ് ഇത്രയും സമയം സംസാരിച്ചത്. 2 അയാൾ സെൻറ്റൻസേ ആയിട്ടുള്ളൂ. ഞാൻ ജീവനോടെ ഉണ്ട്. പുസ്തകത്തിനകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല. പുസ്തകത്തിനകത്തോട്ട് കയറിയാൽ ഇഷ്ടംപോലെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കിതൊരു സീരീസ് ആയിട്ട് വേണം, മിക്കവാറും 1 മാസമെങ്കിലും നമ്മൾ എടുക്കും ഈ ഒരു പുസ്തകം മാത്രം Yes. കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിന്റെ ഫുൾ നമ്മൾ അയാൾക്ക് അയച്ചു കൊടുക്കാം. അയാൾ ഉണ്ടല്ലോ ജീവനോടെ, അയാൾ കേൾക്കട്ടെ. തീർച്ചയായും ജീവനോടെയുണ്ട്. 64 പേജുകൾ മാത്രം അടങ്ങുന്ന ഈ പുസ്തകത്തിൽ മിക്കവാറും 64 സെഷനുകൾ എടുക്കേണ്ടി വരും. കവർ പേജുകളോടെ ചേർത്ത് മിക്കവാറും ഒരു സെഷൻ 65 സെഷൻ എടുക്കേണ്ടി വരുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ, ബേസിക് കാൽക്കുലേഷൻ. ഞാൻ ഒരുപാട് വാക്യങ്ങളും ഒരുപാട് പോയിന്റുകളും സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്, കാരണം അല്ലെങ്കിൽ പിന്നെ സമയം വെറുതെ നീണ്ടു പോകുമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രസൻറ്റേഷനിൽ തെളിഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ തെളിയിച്ചതും തെളിയിക്കാൻ ശ്രമിച്ചതും, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തി ഒരു നുണയനും രാജനുണയനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനകളും വിശ്വാസയോഗ്യമല്ല എന്നുള്ള കാര്യം ഇത്തരുണത്തിൽ ഓർപ്പിച്ച് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. നമുക്ക് താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് കയറി വരാം. റൂം ഡിസ്കഷനായിട്ട് ഓപ്പൺ ആണ്. താഴെ 2 വട്ടുകേസ് ഇരിക്കുന്നുണ്ട്, വിളിക്ക്. നമുക്ക് സ്നേഹത്തോടെ വിളിക്കാൻ ലീ സിസ്റ്റർ. വീരു എന്ന് പറയുന്ന വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. വീരു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വട്ടാണെന്ന്. ഓക്കെ, ശരി, ഞങ്ങളത് സമ്മതിച്ചു വന്നിരിക്കുന്നു. താങ്കൾക്ക് മാത്രമല്ല, മാരണം ബാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന താങ്കളുടെ മുഹമ്മദിനും വട്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. കാരണം സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്ന, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മുഹമ്മദ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ വീരു തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വീരു വരൂ. ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ലൈവായിട്ട് കാണിക്കുകയാണ് വീരുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും. വീരു വന്നോളൂ. വീരുവിന് കാണിക്കാനുള്ളത് ഒന്ന് കാണിച്ചു തരൂ, ഞങ്ങളൊന്ന് കാണട്ടെ. എൻ്റെ ഈ വീഡിയോ ഞാനിത്
മിക്കവാറും നമ്മുടെ റൂം ക്ലോസ് ആയ ഒരു അരമണിക്കൂറിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്ന സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് വീരു, അല്ലെങ്കിൽ വല്ലംകാരനായ വീരു എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹമാണ് നമ്മുടെ ഡിബേറ്റിൽ കയറി വന്നിട്ട് അള്ളാഹു ആദത്തിനോട് പറഞ്ഞു, എൻ്റെ പറമ്പിൽ തൂറല്ലേ, നിങ്ങൾ താഴത്തെ പറമ്പിൽ പോയി തൂറിക്കോളൂ, എൻ്റെ പറമ്പിൽ കക്കൂസില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വീരു എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഈ വ്യക്തിത്വത്തിൻ്റെ ഉടമ. അതുകൊണ്ട് ഇദ്ദേഹമാണ് വീരു, നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തിരികെ പോകാം. യെസ്, വീരുവിനെ മുകളിലേക്ക് വിളിച്ചതും നിങ്ങൾ കണ്ടു. വീരു കയറി വരുന്നില്ല. കമൻ്റ് ഇടാൻ മാത്രമേ അറിയൂ. ഷംഹി എന്ന് പറയുന്ന വ്യക്തി താഴെ ഇരിപ്പുണ്ട്. ഷംഹി പറയുന്നു ഉറപ്പുള്ള മുറിയണ്ടിയാണെന്ന്. എൻ്റെ പൊന്നേ, എഴുതിയിട്ടിരിക്കുന്ന കണ്ടില്ലേ എന്തോ ആയതിനൊക്കെ. ഇത് എന്തോന്നാണ്? ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഞാനിപ്പോ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പുള്ള ഇതാണെന്ന് അവിടെ എഴുതിയിട്ടിരിക്കുന്ന കണ്ട എല്ലാരും. ഞാനത് പ്രത്യേകം ഇതായിട്ട് ഞാൻ ഇതിൻ്റെ പോസ്റ്ററായിട്ട് കൊടുത്തോളാം. ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾക്ക് അത് അത്രയും ഉറപ്പാകും എന്നുള്ള കാര്യം അറിഞ്ഞില്ലായിരുന്നു. ഐ എം സോറി. അതെ, 5 മിനിറ്റ് മുമ്പാണ് എഴുതിയിരിക്കുന്നത് ഉറപ്പുള്ള ഇതാണെന്ന്. ഇപ്പൊ ഉറപ്പ് കാണുന്നില്ലല്ലോ. ഉറപ്പൂടെ മുകളിലേക്ക് കയറി വാ. അത് ആ ഉറപ്പ് മുറിഞ്ഞു പോയ ഭാഗത്തൂടെ അങ്ങ് പോയി, അതുകൊണ്ടാണ്. വിട്ടേക്കുക, കാര്യമില്ല. എനിവൺ എൽസ് ആരെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസൻറ്റേഷൻ സെഷൻ ക്ലോസ് ചെയ്യാം. ശരി, ഞാനിത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്കഷൻ ഫർദർ വന്നു കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് പാർട്ട് 1 ആയിട്ടും അപ്ലോഡ് ചെയ്യാം.